ഇതുപോലത്തെ 2 അല്ലി വെളുത്തുള്ളി, തോല് കളയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. പിന്നെ വേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ പാത്രം, അത് പാത്രം ഏതായാലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഇതേപോലെ കുറച്ച് പരന്ന പാത്രം, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം. അത് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ടോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ടോ ഈ സീമക്കൊന്നിൻ്റെ ഇലയില്ലേ, ഇതാ ഫസ്റ്റ് വേണ്ടത്. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉദരി കേട്ടോ, ഇതേപോലെ ഉദരി എടുക്കാൻ ഇതിൻ്റെ ഇല എടുത്താൽ കുറച്ച് ഏകദേശം ഈ ലെവലൊക്കെ ജാസ്തി വേണം. കണ്ടല്ലോ, നമുക്ക് സീമക്കൊന്ന് ഇതിൻ്റെ ഇല ഏകദേശം ഈ ലെവലിൽ മതി. ഓക്കെ, ഏകദേശം ഈ ലെവലിൽ മതി. ഓക്കെ. അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഇനിയോ ഈ 2 വെളുത്തുള്ളി ഒന്ന് ചതക്കാൻ. അതാണ് 2 വെളുത്തുള്ളി നന്നായി ചതക്കാൻ. ഇതുപോലെ ചതച്ചതിന് ശേഷം തൊലി കളയാൻ പറ്റില്ലേ, ഇതുപോലെ ഒരു ഇതാ അരമഗ് വെള്ളം, ഏകദേശം ഈ ലെവലിൽ മതി. ഓക്കെ. ഒരു 1/4 അരൻ്റെ അടുപ്പിച്ചുള്ള വെള്ളം ഇതാ. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലിടാൻ ശരിക്കും കണ്ടേ, എന്നിട്ട് ഈ വെള്ളം നല്ലോണം മിക്സാക്കാൻ. ഓക്കെ. ഇതേപോലെ നല്ല കണ്ടീഷനായിട്ട് മിക്സാക്കണം. ഉണ്ടോ, ഒരു 1/4 ഏകദേശം ഒരു അര ലെവലിൽ, ആ ലെവലിൽ വെള്ളത്തിൽ ഈ 2 തൊലി കളയാത്ത വെളുത്തുള്ളി നല്ലോണം ഉടച്ചിട്ട് ഇല്ലേ ഇതൊക്കെ നല്ല മിക്സാക്കാൻ. ഓക്കെ. അതില്ലേ, എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ 2 സാധനം ചെയ്യേണ്ട രീതി കുറച്ച് മതിക്കും. ചെയ്യേണ്ട രീതി എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ റൂമിൽ നിന്നാണ് ആറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സംഭവം നമുക്ക് റൂമിൽ നിന്ന് കാണിച്ചത്, എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അമ്മ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനലും വാതിലും മൊത്തം പൂട്ടാൻ. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സീമച്ചപ്പില്ലേ, അതായത് സീമൻ്റെ ഇല ഇതുപോലത്തെ നിങ്ങൾക്ക് ഏത് പാത്രമായാലും മതി, ചെറിയ ചെമ്പോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എന്തായാലും മതി. ഇത് മൊത്തത്തിൽ ഇങ്ങനെ പക്ഷെ അടുത്തോടേക്ക് ഞാൻ നിരടിയിടാൻ ഇങ്ങനെ പീസാക്കിയിട്ട്. ഓക്കെ. ഫുള്ള് ഞാൻ നിരടിയിടണം കേട്ടോ. ഇതേപോലെ ഞാൻ ഫുള്ള് നിരടിയിടാൻ. അപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പം ഈ കൊതു എന്താ പറയണ്ടേ, കൊതുള്ള സ്ഥലമൊന്നും അത് തിരിയാത്തൊരു ഇടയായിരിക്കും. കട്ടിലിൻ്റെ അടിയിലുണ്ടാവും, അർമാലിൻ്റെ അടിയിൽ ഇടയ്ക്കുണ്ടാവും, പല സ്ഥലത്തായിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ മണം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ റൂമുകളിലെ എല്ലാ കൊതു മൊത്തത്തിൽ കലാസാന്നിരിക്കും. അപ്പോൾ അതുപോലെ ഈ ചെള്ള് എന്ന് പറഞ്ഞാൽ അതായത് ഈ അളുമ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് അധികം എറണാകുളത്തിൽ കൂടുതലുള്ള സാധനമാണ് ഈ ചെള്ള് എന്ന് പറയുന്ന സാധനം. ഒരു അളുമ്പലം പോലത്തെ ഒരു കറുപ്പ് ചെറിയ സാധനം, അത് വന്ന് കടിക്കുന്ന തന്നെ തിരിയില്ല. കൊതുവിൻ്റെ ശല്യം വേറെ പറയണ്ടല്ലോ. അപ്പോൾ ഈ 2 സാധനമായാലും ഈ സംഭവം അയക്കനാൽ സ്പോട്ടിൽ മൊത്തം ക്ലിയർ ആവും. അതുപോലെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ജെല്ലങ്ങ് തുറന്നിടാം. പിന്നെന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളത് ഉള്ളിലേക്കും വരികയില്ല, ഒരു ടെൻഷൻ അടിക്കണ്ട, അത്രയൊരു പവർ സാധനമാണ്. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പരമായിട്ട് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. ശ്വാസം മുട്ടൽ, തണുപ്പ്, ജലദോഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ടാവില്ല. അങ്ങനത്തെ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഞാനല്ലോ ഒരു 20-15 മിനിറ്റോളം ജെല്ലും പാലും കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. ഏകദേശം ഇതിൻ്റെ മണം മൊത്തത്തിൽ നിങ്ങൾ ഏകദേശം ഒരു 6-7 മണി ആ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് പാലടച്ചിട്ട് ഞാൻ പോലെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മൊത്തം തുറന്നടിക്കാനാൽ ചിന്തിക്കാണ്ട, പുറത്തുള്ളത് ഉള്ളിലേക്കും വരില്ല, ഉള്ളിലുള്ള സംഭവം ക്ലിയർ ആവും. അഥവാ ഉള്ളിൽ തന്നെ പുറത്തേക്കും പോയിക്കോളൂ. ഒരു പകലായതുകൊണ്ട് തന്നെ ആ ലെവലിലാവും, ഒരിക്കൽ വേണ്ട. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആക്കിയേ അന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏകദേശം നേരത്തെ നമ്മൾ കാണിച്ചു ഈ 2 വെളുത്തുള്ളിൻ്റെ അല്ലി, അതായത് മൊത്തം ഉടച്ച ഈ വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ ഇതാക്കാൻ, ഇതിലേക്ക് ഇങ്ങനെ ആയി കൊടുക്കാൻ. ഓക്കെ. എന്നിട്ട്
ഇത് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് കുഴക്കാൻ, അത് മിക്സാക്കാൻ. ഇപ്പം തന്നെ ആ മണം വന്നു. പിന്നെ കൊതുവിനൊന്നും പിന്നെ ഇത് ഈ ഏലത്ത് നിൽക്കാനില്ല, മൊത്തം അങ്ങ് കളാസാവും. ഓക്കെ, അതുപോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഹരിതകരമായിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ കണ്ടല്ല, ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ചെറിയ പണിയുള്ളൂ, വളരെ സിമ്പിൾ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന വലിയ ചിലവൊന്നുമില്ല. ആ ഒരു കാര്യം ചിലവ് എന്ന് പറഞ്ഞാൽ 2 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഈ സീമൻ്റെ ചപ്പും ഇതിങ്ങനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് റൂമിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൊന്ന് വെച്ചാൽ മതി. ഇത് അത് വർക്കായിക്കോളും. ഇതിൻ്റെ സ്മെല്ല് മൊത്തം എന്താ പറയുക 20 മിനിറ്റ് കൊണ്ട് മൊത്തം റൂമിൽ ഗുമ്മായി. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക കട്ടിൻ്റെ അടിയിലുള്ളതോ ഏടുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊതുകെല്ലാം മൊത്തം കലാസാവും, പേടിക്കാനേ ഇല്ല. പിന്നെ കാര്യം എല്ലാം ഓപ്പൺ ആക്കിയിട്ടോ, പിന്നെ പുറത്തുനിന്നുള്ളതായാലും ശരി മൊത്തത്തിൽ കൊതുക് ഉണ്ടാവില്ല. സംഭവം മനസ്സിലായല്ലോ.